ഹലോ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളും മോഡേൺ പീരിയോഡിക് ടേബിളുമാണ്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ വേറെ 4 ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ലോ ഓഫ് ട്രയാഡ്സ്, ടെലോറിക് ഹെലിക്സ് മെത്തേഡ്, ലോ ഓഫ് ഒക്ടേവ്സ് ആൻഡ് ലോദർ-മെയർ ക്ലാസിഫിക്കേഷൻ. ഇനി 5ാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് മെൻഡലീവ്സ് ലോ ഓഫ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഇതാണ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. അത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള വർഷം 1869 ആണ്. ഓക്കെ, ഈ ഒരു പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 8 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്, അതേപോലെ 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്. 8 വെർട്ടിക്കൽ കോളംസ് ആൻഡ് 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്. ഈ വെർട്ടിക്കൽ കോളത്തിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്താ പറയുക? ഗ്രൂപ്പ് എന്ന് പറയും. ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എ ബി എന്ന് പറഞ്ഞ് 2ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് എന്തുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പ്സിൻ്റെ വാലൻസി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സബ് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പീരീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ? എന്താണ് ലോ പറയുന്നത്? ലോ പറയുന്നത് ദ properties of element are the properties of elements are the periodic function of their atomic മാസ്. എന്താ പറഞ്ഞത്? എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് മാസിൻ്റെ ഒരു പീരിയോഡിക് ഫങ്ഷൻസ് ആണ് എന്നാണ് എന്ത് പറഞ്ഞത്? മെൻഡലീവ്സ് പീരിയോഡിക് ലോ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോയുടെ മെറിറ്റ്സ് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് വണ് 1869 ആയപ്പോഴേക്കും ഏകദേശം 63ഓളം എലമെൻറ്റുകളെ എന്ത് ചെയ്തിരുന്നു? ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ആ 63 എലമെൻറ്റുകളെയും ആര് എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഡലീവ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ദ 63 എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലോ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലോയിൽ പറയുന്നത് അറ്റോമിക് മാസ് എന്ന് പറയുന്നതിന് എന്തിന് പ്രൊപ്പോർഷണലാണ്? പ്രോപ്പർട്ടി ഓഫ് എലമെൻറ്റിന് പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അറ്റോമിക് മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. എലമെൻസിൻ്റെ പ്രോപ്പർട്ടിക്ക് പ്രൊപ്പോർഷണൽ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് അതിൽ ബോറോൺ, അലൂമിനിയം, ഇതിന് താഴെ ആരുമില്ല, ഇൻഡിയം, താലിയം. അതേപോലെ കാർബൺ, സിലിക്കൺ, അതിന് താഴെ ആരുമില്ല, ടിന്ന്, ലെഡ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ അന്ന് ഡിസ്കവർ ചെയ്യാത്ത എലമെൻറ്റുകൾക്ക് സ്പേസ് ഒഴിവാക്കിയിട്ടിരുന്നു. അതേപോലെ ആ എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടിയും എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ്. ലെഫ്റ്റ് സം സ്പേസ് ഫോർ undiscovered elements. Also predict their properties. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ അന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത എലമെൻസുകൾക്ക് സ്പേസ് ഒഴിവാക്കിയിടുകയും ആ എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ മൂന്നാമത്തെയും നാലാമത്തെയും ഗ്രൂപ്പിൽ അദ്ദേഹം ഒഴിവാക്കിയിട്ടിട്ടുള്ള എലമെൻറ്റുകൾക്ക് അദ്ദേഹം പേര് നൽകി. അലൂമിനിയത്തിൻ്റെ താഴെയുള്ള ആൾക്ക് എക്ക അലൂമിനിയം എന്നും, സിലിക്കണ് താഴെ ഉള്ള ആൾക്ക് എക്ക സിലിക്കൺ എന്നും പേര് നൽകി. ഓക്കെ, എക്ക അലൂമിനിയം എന്നും എക്ക സിലിക്കൺ എന്നും. അലൂമിനിയത്തിന് താഴെയുള്ള ആൾക്ക് എക്ക അലൂമിനിയം എന്നും സിലിക്കണ് താഴെയുള്ള ആൾക്ക് എക്ക സിലിക്കൺ എന്നും പേര് നൽകി. അതിനുശേഷം
ആ എലമെൻറ്റുകളെ ഡിസ്കവർ ചെയ്യുകയും പിന്നീട് ആ എലമെൻറ്റുകൾക്ക് അലൂമിനിയത്തിന് താഴെ എക്ക അലൂമിനിയം എന്ന് പറഞ്ഞ ആളെ ഗാലിയം എന്ന് വിളിക്കുകയും എക്ക സിലിക്കൺ എന്ന് പറഞ്ഞ ആളെ ജെർമേനിയം എന്ന് വിളിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്തു. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹി കറക്റ്റ് ദ അറ്റോമിക് mass of some element. ചില എലമെൻറ്റുകളുടെ അറ്റോമിക് മാസ് റോങ് ആയിട്ടായിരുന്നു ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ആ തെറ്റായിട്ടുള്ള അറ്റോമിക് മാസിനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ബെറിലിയം എന്ന് പറയുന്നത്. ഓക്കെ, ബെറിലിയത്തിൻ്റെ അറ്റോമിക് മാസ് ആദ്യകാലങ്ങളിൽ വിചാരിച്ചിരുന്നത് 14 ആണ് എന്നായിരുന്നു. അദ്ദേഹം അതിനെ എന്ത് ചെയ്തു? കറക്റ്റ് ചെയ്തു. ബെറിലിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 9 ആണെന്ന് മെൻഡലിയേഫ് കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാൻ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഡീമെറിറ്റ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഐസോടോപ്പുകളുടെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടില്ല? മെൻഡലിയേഫിന് സാധിച്ചിട്ടില്ല. ഓക്കെ, cannot explain the position of isotopes. Position of isotope. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഐസോടോപ്പുകൾ വരുമ്പോൾ മാസ് നമ്പർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സെയിം എലമെൻറ്റ് ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യേണ്ടി വരും? അറേഞ്ച് ചെയ്യേണ്ടി വരും. സപ്പോസ് ഹൈഡ്രജൻ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പാണ്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സെയിം ആണ്, പക്ഷേ മാസ് നമ്പർ എന്താണ്? ഡിഫറെൻ്റ് ആണ്. അതേപോലെ കാർബൺ 12, കാർബൺ 14. ഇങ്ങനെ ഐസോടോപ്പുകളുടെ പൊസിഷൻ മെൻഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പൊസിഷൻ പറയാൻ ആർക്ക് സാധിച്ചിട്ടില്ല? മെൻഡലിയേഫിന് സാധിച്ചിട്ടില്ല. ഓക്കെ, അതേപോലെ മറ്റൊരു ഡീമെറിറ്റാണ് ഈ പീരിയോഡിക് ടേബിളിൽ ഞാൻ 4 എലമെൻറ്റുകളുടെ അറ്റോമിക് മാസ് എന്ത് ചെയ്തിട്ടുണ്ട്? റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. കൊബാൾട്ട്, നിക്കൽ, അതേപോലെ ടെലൂറിയം ആൻഡ് അയോഡിൻ. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊബാൾട്ടിൻ്റെ മാസ് നോക്കുമ്പോൾ 58.91 ഉണ്ട്, നിക്കലിൻ്റെത് 58.71 ആണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നിക്കലിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് കൊബാൾട്ടിൻ്റെ അറ്റോമിക് മാസിനെക്കാട്ടും കുറവാണ്. അതേപോലെ ടെലൂറിയം, അയോഡിൻ എടുക്കുന്ന സമയത്ത് ടെലൂറിയത്തിൻ്റെ അറ്റോമിക് മാസ് 127.6 ആണ്, അയോഡിൻ്റെത് 126.9 ആണ്. അപ്പോൾ അയോഡിൻ്റെ അറ്റോമിക് മാസ് ടെലൂറിയത്തിൻ്റെ അറ്റോമിക് മാസിനെക്കാട്ടും എന്താണ്? കുറവാണ്. അപ്പോൾ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിക്കൽ വരണം, പിന്നെ ആര് വരണം? കൊബാൾട്ട് വരണം. അതേപോലെ ആദ്യം അയോഡിൻ വരണം, പിന്നെ ആര് വരണം? ടെലൂറിയം വരണം. അപ്പോൾ അദ്ദേഹം ആ എലമെൻറ്റുകളുടെ അറ്റോമിക് മാസിൽ പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എലമെൻറ്റുകളെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹി ചേഞ്ച് ദ പൊസിഷൻ of some elements due to their properties. Due to their properties. അതിന് എക്സാമ്പിൾ ആണ് ആരൊക്കെ? കൊബാൾട്ട്, നിക്കൽ, അതേപോലെ ടെലൂറിയം, അയോഡിൻ. കൊബാൾട്ടിൻ്റെ അറ്റോമിക് മാസ് 58.91 ആണ്, നിക്കലിൻ്റെത് 58.71 ആണ്. നിക്കലിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് കൊബാൾട്ടിൻ്റെ അറ്റോമിക് മാസിനെക്കാട്ടും കുറവാണ്. അപ്പം നിക്കൽ എന്ന് പറയുന്നത് ആരെ മുന്നിൽ വരേണ്ടിയിരുന്നു? കൊബാൾട്ടിൻ്റെ മുന്നിൽ വരേണ്ടിയിരുന്നു. പക്ഷേ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം കൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അതേപോലെ തന്നെയാണ് ആരുടെ കേസും? ടെലൂറിയം, അതേപോലെ അയോഡിൻ എന്ന് പറയുന്ന ആളുടെ കേസും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് ഹി arrange elements of different
properties in same group. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റുകളെ സെയിം ഗ്രൂപ്പിൽ അദ്ദേഹം എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു. ഓക്കെ, അതിന് എക്സാമ്പിളാണ് പൊട്ടാസ്യം ആൻഡ് കോപ്പർ, കാൽഷ്യം ആൻഡ് സിങ്ക്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിൻ്റെ കൂടെ ആര് വരുന്നുണ്ട്, ആ ഒരു ഗ്രൂപ്പിൽ കോപ്പർ വരുന്നുണ്ട്. അതേപോലെ കാൽഷ്യത്തിൻ്റെ കൂടെ ആര് വരുന്നുണ്ട്, സിങ്കും വരുന്നുണ്ട്. ഇനി അതേപോലെ ഈ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വേക്കൻ്റ് ആയിട്ട് ഒരു കോളം കിടക്കുന്നത് കാണാം. ആ കോളമാണ് 8A എന്ന് പറയുന്നത്. 8A അഥവാ 0th ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഈ 0th ഗ്രൂപ്പിൽ നോബിൾ ഗ്യാസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രൂപ്പും കൂടെ വരുന്ന സമയത്ത് ഈ പീരിയോഡിക് ടേബിളിൽ 9 ഗ്രൂപ്പുകൾ വരും അല്ലേ. അതും മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. 0th ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പിന്നീടാണ് ഇത് ഡിസ്കവർ ചെയ്തത്. 8A എന്ന് പറയുന്നതാണ് 0th ഗ്രൂപ്പ് അഥവാ നോബിൾ ഗ്യാസസ് വരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ പീരിയോഡിക് ലോ ആണ്. 1913 കൂടെയാണ് മോഡേൺ പീരിയോഡിക് ലോ ഇൻവെൻറ്റ് ചെയ്യുന്നത്. ഒരു ഇംഗ്ലീഷ് ഫിസിക്സ്റ്റ് ആയിട്ടുള്ള ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് മോഡേൺ പീരിയോഡിക് ലോ ഇൻവെൻറ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് of elements are the periodic function of their atomic number എന്നാണ്. ഓക്കെ, എക്സ്റേ ഡൈഫ്രാക്ഷൻ വഴി അദ്ദേഹം സജസ്റ്റ് ചെയ്തു അറ്റോമിക് മാസ് അല്ല, അറ്റോമിക് നമ്പറാണ് എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടിയെ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ലോ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ ഒരു പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 18 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്, 18 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്. ആ കോളംസിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറയും. അതേപോലെ 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്, ആ റോസിനെ നമ്മൾ പീരീഡ്സ് എന്ന് പറയും. അതേപോലെ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്ക് 4 ബ്ലോക്കുകൾ കാണാൻ പറ്റും. ഏതൊക്കെയാണ് 4 ബ്ലോക്കുകൾ? എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട്. ഇങ്ങനെ 4 ബ്ലോക്കുകളായിട്ട് മോഡേൺ പീരിയോഡിക് ടേബിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 അഥവാ ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അത് രണ്ടുമാണ് എസ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയുന്നത്. ആ എസ് ബ്ലോക്ക് എലമെൻ്റ് പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കാണപ്പെടുക. അതിലുള്ള എല്ലാ ആൾക്കാരും മെറ്റൽസ് ആയിരിക്കും. ഓൾ ആർ മെറ്റൽസ്, എല്ലാവരും മെറ്റൽസ് ആയിരിക്കും. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ NS1 നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ NS1 ആണെങ്കിൽ അത് ആൽക്കലി മെറ്റൽസ് ആയിരിക്കും. നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ NS2 ആണെങ്കിൽ അത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിരിക്കും. ഡൗൺ ദ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. അപ്പോൾ ഈ ലിഥിയത്തിൽ നിന്ന് ഫ്രാൻസിയത്തിലേക്ക് പോകുന്ന സമയത്ത് മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതേപോലെ സൈസും ഇൻക്രീസ് ചെയ്യും. ഗ്രൂപ്പ് 13 to ഗ്രൂപ്പ് 18 ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ബോറോൺ ഫാമിലി ഉണ്ട്, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി,
ഹാലജൻ ഫാമിലി ആൻഡ് നോബിൾ ഗ്യാസസ്. ഓക്സിജൻ ഫാമിലിനെ നമ്മൾ ചാൾക്കോജൻസ് എന്ന് വിളിക്കും. ഹാലോജൻ ഫാമിലി അഥവാ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ അവരെ നമ്മൾ ഹാലോജൻ ഫാമിലി എന്ന് വിളിക്കും. ഇനി നൈട്രജൻ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിക്കോജൻസ് എന്ന് വിളിക്കും. പി ബ്ലോക്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ NS2 NP1 to 6, NS2 NP1 boron family, NS2 NP2 carbon family, NS2 NP3 nitrogen family, NS2 NP4 oxygen family, NS2 NP5 halogen family, NS2 NP6 noble gas. Both metal, metalloid and non-metals are observed in P block. P blockിൽ മെറ്റൽസ് കാണപ്പെടുന്നുണ്ട്, മെറ്റലോയിഡ്സ് കാണപ്പെടുന്നുണ്ട്, നോൺ മെറ്റൽസും കാണപ്പെടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ബ്ലോക്കാണ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് നമ്പർ 3 to 12 ആണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ എലമെൻറ്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. ട്രാൻസിഷൻ എലമെൻറ്റ്സ്. എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്? മെറ്റൽസ് ആയിട്ടുള്ള എസ് ബ്ലോക്ക് എലമെൻറ്റിൽ നിന്നും നോൺ മെറ്റൽസ് ആയിട്ടുള്ള പി ബ്ലോക്ക് എലമെൻറ്റ്സിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഡി ബ്ലോക്കിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പീരീഡ് 4, 5, 6, 7 എന്നീ പീരീഡുകളിലാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കാണപ്പെടുന്നത്. 3 to 12 ആണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ N-1 D 1 to 10 NS 0 to 2 എന്നതാണ് ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരും മെറ്റൽസ് ആണ്. ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവരെ ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇവരെ ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്? ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വിച്ച് ഹാവ് unpaired electrons in their elemental electronic configuration or in any of their oxidation state. ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ എലമെൻ്റൽ സ്റ്റേറ്റിലോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള ഡി ബ്ലോക്ക് എലമെൻറ്റിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി കൺസിഡർ ചെയ്യുമ്പോൾ എലമെൻ്റൽ സ്റ്റേറ്റിൽ സിങ്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 3D10 4s2 ആണ്. ഇനി സിങ്ക് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നടന്ന് അയോണായിട്ട് മാറുക എന്ന് പറയുമ്പോൾ Zn2+ ആയിട്ട് മാറുക. ആ സമയത്ത് ഈ 4sലുള്ള ഇലക്ട്രോൺ ആണ് റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D10 ആണ്. അപ്പോൾ എലമെൻ്റൽ സ്റ്റേറ്റിലും എനി ഓഫ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും അൺപെയർഡ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവരെ
ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അവരെ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് എഫ് ബ്ലോക്ക് ആണ്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ n-2 F1 to 14 n-1 D 1 to 10 ns2 എന്നതാണ്. എല്ലാവരും മെറ്റൽസ് ആണ്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നതും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ്. ഈ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ലാന്തനോയിഡ് സീരീസ് ഉണ്ട്, അതേപോലെ ആക്റ്റിനോയിഡ് സീരീസും ഉണ്ട്. ലാന്തനോയിഡ് സീരീസിനെ നമ്മൾ 4F സീരീസ് എന്നും ആക്റ്റിനോയിഡ് സീരീസിനെ നമ്മൾ 5F സീരീസ് എന്നും വിളിക്കും. ലാന്തനോയിഡ് സീരീസ് എന്ന് പറയുന്നത് സീരിയം ടു ലൂട്ടേഷ്യമാണ്. സീരിയം 58 to 71. ആക്റ്റിനോയിഡ്സ് എന്ന് പറയുന്നത് തോറിയം ടു ലോറൻഷ്യമാണ്. തോറിയം 90, ലോറൻഷ്യം 103. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. അപ്പോൾ നമ്മൾ 4 ബ്ലോക്കുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ എസ് ബ്ലോക്കിൽ വരുന്നതാണ് ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ആൽക്കലി മെറ്റൽസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ്. അതേപോലെ തന്നെ എസ് ബ്ലോക്ക് എലമെൻറ്റിനെയും പി ബ്ലോക്ക് എലമെൻറ്റിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. പണ്ട് കാലങ്ങളിൽ ഒരു എലമെൻറ്റിനെ ഒരു സയൻറ്റിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റിന് പേര് കൊടുക്കാനുള്ള അവകാശം ആ സയൻറ്റിസ്റ്റിനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഒരു എലമെൻറ്റിനെ, അഥവാ ഇന്നത്തെ പീരിയോഡിക് ടേബിളിൽ നമുക്ക് നോക്കിയാൽ കാണാം റൂദർഫോർഡിയം 104 ആണ് അറ്റോമിക് നമ്പർ. ആ എലമെൻറ്റിനെ അമേരിക്കക്കാരും സോവിയറ്റ് യൂണിയൻകാരും ഒരേ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു ആ എലമെൻറ്റിന് ഞങ്ങൾ റൂദർഫോർഡിയം എന്ന് പേരിടും. അതേസമയം സോവിയറ്റ് യൂണിയൻ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു അത് പറ്റില്ല, ആ എലമെൻറ്റിന് ഞങ്ങൾ കുർച്ചട്ടോവിയം എന്ന് പേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുകയും IUPAC ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു 100ന് മുകളിൽ അറ്റോമിക് നമ്പർ വരുന്ന എലമെൻറ്റുകൾക്ക് IUPAC നെയിം കൊടുത്താൽ മതി. അതിനുശേഷം IUPAC തീരുമാനിക്കുന്നൊരു നെയിമാണ് പുതുതായിട്ട് ഡിസ്കവർ ചെയ്യുന്ന എലമെൻറ്റുകൾക്ക് നൽകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IUPAC നോമൻക്ലേച്ചർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ദെൻ IUPAC നോമൻക്ലേച്ചർ ഓഫ് എലമെൻറ്റ്സ്. IUPAC 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾക്ക് ഓരോ പേര് നൽകി. 0 ആണെങ്കിൽ നിൽ, 1 ആണെങ്കിൽ അൺ, 2 ആണെങ്കിൽ ബൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ക്വാഡ്, 5 പെൻറ്റ്, 6 ഹെക്സ്, 7 സെപ്റ്റ്, 8 ഒക്ട്, 9 എൻ. ഇതിൻ്റെ സിമ്പിൾസ് നില്ലാണെങ്കിൽ എൻ, യു, ബി, ടി, ക്യു, പി, എച്ച്,
SOE. ഈ ഒരു ടേബിൾ ബേസ് ചെയ്തിട്ടാണ് 100ന് മുകളിൽ അറ്റോമിക് നമ്പർ വരുന്ന എലമെൻറ്റുകൾക്ക് പേരിടാൻ പാടുള്ളൂ എന്ന് എന്ത് പറഞ്ഞു? IUPAC പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു എലമെൻറ്റ് തന്നു, എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ തന്നു, 120 ആണ് അറ്റോമിക് നമ്പർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ എലമെൻറ്റിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 ആണെങ്കിൽ എന്താ വരിക? UN. 2 ആണെങ്കിൽ BI. 0 ആണെങ്കിൽ NIL. റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതി. എന്നിട്ട് IUPAC പറഞ്ഞു, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് IUM കൂട്ടിയിട്ട് പറയാം. അപ്പം UN by NILium എന്നതാണ് എന്തിൻ്റെ IUPAC നെയിം? 120 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ IUPAC നെയിം. ഇതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് UBN. എന്താണ്? UBN എന്ന് പറയുന്നതാണ്. ഇനി 106 ആയിരുന്നെങ്കിലോ? 1 ആണെങ്കിൽ UN, 0 NIL, 6 എന്ന് പറയുന്നത് ഹെക്സ്. ഇതിൻ്റെ കൂടെ എന്ത് ചേർക്കണം? IUM ചേർക്കണം. ഇതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് UNH. അതേപോലെ തിരിച്ചും ചോദിക്കാം. ഇങ്ങനെ IUPAC സിമ്പൽ തന്നിട്ട് അതിൽ നിന്ന് അറ്റോമിക് നമ്പറും ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യും? എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്.